ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തായ്ലൻഡിൽ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നത്തെ നമ്മുടെ മെയിൻ അജണ്ട ചില ഐലൻഡുകൾ വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഐലൻഡിലേക്ക് പോകുന്നതിന് ഹാർബറിലേക്ക് നമ്മൾക്ക് പിക്കപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഷെയർഡ് ട്രാൻസ്ഫറാണ്. സോ കുറച്ച് പേര് കൂടി വരാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഹോട്ടൽ ലോബിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു ടീമിൻ്റെ പിക്കപ്പ് ഓൾറെഡി വന്നിട്ടുണ്ട്. അവർ അതിൽ കയറി പോകുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ടീമിലെല്ലാവരും വന്നു. ഞങ്ങൾ ഹാർബറിലേക്ക് പുറപ്പെട്ടു. രാവിലെ തന്നെ നല്ല മഴയാണ്. അതുകൊണ്ട് ഈ ഐലൻഡ് ടൂർ എങ്ങനെ ഇരിക്കുമെന്ന് പറയാൻ പറ്റില്ല. മഴയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും മഴയത്തും കാണാൻ ഫുക്കറ്റ് നല്ല മനോഹരമാണ്. ഇപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞു. ഫുക്കറ്റിൻ്റെ തന്നെ ഏറ്റവും തിരക്കേറിയ പ്രദേശത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കടന്ന് പോകാൻ ഏകദേശം 15 മിനിറ്റോളം എടുക്കുമെന്നാണ് ഗൂഗിൾ മാപ്പിൽ പറയുന്നത്. ഈ ഫുക്കറ്റ് എന്നത് തായ്ലാൻഡിലെ തെക്കൻ പ്രവിശ്യകളിൽ ഒന്നാണ്. അത് രാജ്യത്തെ ഏറ്റവും വലിയ ദ്വീപ് കൂടിയാണ്. ഇതിനൊപ്പം തന്നെ 32 ചെറിയ ദ്വീപുകളും കൂടി ചേർന്നതാണ് ഫുക്കറ്റ് പ്രവിശ്യ. ഇതിൻ്റെ അടുത്തുള്ള പ്രവിശ്യയാണ് ക്രാബി. അതും ഒരു വളരെ ഫേമസ് ആയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഏകദേശം ഫുക്കറ്റ് പോലെ തന്നെ ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇത്തവണ അത് സന്ദർശിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഏകദേശം 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഹാർബറിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ഹാർബറിൻ്റെ പേര് റസാദ ഹാർബർ എന്നാണ്. ഇത് മെയിൻലി ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഉള്ള ബോട്ടുകൾ നിർത്തുന്ന സ്ഥലമാണ്. അപ്പോൾ പല ഹോട്ടലിൽ നിന്നും പിക്കപ്പ് ചെയ്ത് വരുന്ന പല ടൂറിസ്റ്റ് കമ്പനികളുടെ ബോട്ടുകളുടെയും ഒരു മീറ്റിംഗ് പോയിൻ്റാണ് ഇവിടെ. എത്ര ഭാഷ അറിയില്ലെങ്കിലും ഇവിടെ എത്തിപ്പെടുന്നവരെ അവർ കറക്റ്റായിട്ട് അവരുടെ ബോട്ടിലേക്ക് കടത്തിവിടുകയും ടൂറ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള വൈദഗ്ധ്യം ഇവിടുത്തെ ആൾക്കാർക്കുണ്ട്. ഈ കാണുന്നതാണ് ഫെറി. ഇത് വലിയ ബോട്ടാണ്. പക്ഷെ നമ്മൾ പോകുന്നത് ചെറിയ കുഞ്ഞൻ സ്പീഡ് ബോട്ടിലാണ്. അത് ഏകദേശം 1 മണിക്കൂർ എടുക്കുമ്പോൾ ഫെറി ഏകദേശം 2 മണിക്കൂർ എടുക്കും. ബോട്ട് യാത്ര പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കോൾ ഉണ്ട്. അതിൽ നമ്മൾക്ക് എവിടെയൊക്കെ പോകുന്നു, എത്ര മണിക്ക് തിരിച്ചു വരുന്നു എല്ലാം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരും. മാത്രമല്ല നമ്മുടെ കയ്യിലൊരു ബാൻഡ്, ഒരു കളർ ബാൻഡ് നമുക്ക് ഇട്ട് തരും. ആ കളർ ബാൻഡ് ഇട്ടതനുസരിച്ചുള്ള ബോട്ടിലാണ് നമ്മൾ കയറേണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഗ്രീൻ ബാൻഡാണ്. അപ്പോൾ ഗ്രീൻ ബാൻഡ് ധരിച്ചവർക്ക് ഗ്രീൻ നമ്പറുള്ള ബോട്ട് ഉണ്ടാവും. ആ ബോട്ടിലാണ് കയറേണ്ടത്. ബോട്ടിൽ കയറുന്നതിന് മുമ്പ് എന്തൊക്കെ എവിടെയൊക്കെ കാണാനുണ്ടെന്നും എത്രയൊക്കെ സമയം ചെലവഴിക്കാനുണ്ടെന്നും കോമൺ ആയിട്ട് ഈ ഗൈഡ് അപ്പൂപ്പൻ പറഞ്ഞു തരുന്നുണ്ട്. അത് തന്നെ അങ്ങനെ ബ്രീഫിങ്ങിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ബോട്ടിൽ കയറാൻ പോവുകയാണ്. ഈ ടൂർ കമ്പനിയുടെ തന്നെ ഒരുപാട് ബോട്ടുകളുണ്ട്. അപ്പോൾ ആ കയ്യിലെ ബാൻഡ് അനുസരിച്ചാണ് എല്ലാവരും ബോട്ടിൽ കയറുന്നത്. ഞങ്ങളുടെ കയറാനുള്ള ബോട്ട് ഗ്രീൻ കളർ ബോട്ടാണ്. ഇപ്പോൾ 222 എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഗ്രീൻ കളർ ബോട്ടാണ് ഞങ്ങൾക്ക് കയറാനുള്ളത്.
അങ്ങനെ ഞങ്ങൾ ഫിഫി ഐലൻഡ് ലക്ഷ്യമാക്കി ബോട്ടിൽ യാത്ര തുടർന്നിരിക്കുകയാണ്. ഏകദേശം 35ഓളം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന സ്പേസ് ഉള്ള ഒരു ബോട്ടാണിത്. അപ്പോൾ ദൂരെ പല ഐലൻഡുകളും കാണാം. പക്ഷേ ഫിഫി ഐലൻഡ് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ടെന്നാണ് ഞങ്ങളുടെ കപ്പിത്താൻ പറഞ്ഞത്. ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും കുറച്ച് നേരത്തിന് ശേഷം മഴ ശമിക്കുകയും ഒരു തെളിഞ്ഞ കാലാവസ്ഥ ആവുകയും ചെയ്തു. ദൂരെ അവിടെ ഒരു ഐലൻഡ് കാണാൻ പറ്റും. ഇതുപോലെ വാസയോഗ്യമല്ലാത്ത ഒരുപാട് ഐലൻഡുകൾ ഈ ഫോക്കറ്റിന് ചുറ്റുമുണ്ട്. നമ്മളോടൊപ്പം തന്നെ വേറൊരു സ്പീഡ് ലോഞ്ചും പോകുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഏകദേശം 30-40 മിനിറ്റുകൾക്ക് ശേഷം ഞങ്ങൾ ആദ്യത്തെ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. ഈ ഐലൻഡിൻ്റെ പേര് മങ്കി ഐലൻഡ് എന്നാണ്. മങ്കികൾ, അതായത് കുരങ്ങന്മാരുള്ളത് കൊണ്ടായിരിക്കാം ഈ ഐലൻഡിനെ മങ്കി ഐലൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റോപ്പ് ഇവിടെയാണ്. അപ്പോൾ പല ബോട്ടുകളും ആദ്യം തന്നെ നിർത്തുന്നത് ഇവിടെയാണ്. വേറൊരു ബോട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഞങ്ങളുടെ ബോട്ടും കുറച്ച് നേരത്തേക്ക് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ദൂരെ കാണുന്നതാണ് ലോങ് ടൈൽ ബോട്ടുകൾ. നമുക്കതും വേണമെങ്കിൽ എക്സ്ട്രാ കാശ് കൊടുത്ത് ആ ബോട്ടിലൂടെ അകത്തേക്കൊക്കെ പോകാൻ കഴിയുന്നതാണ്. ഇവിടെ നമുക്ക് നീന്താനുള്ള അവസരവും ഉണ്ട്, സ്നോർക്കലിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട്. കാരണം ഇതധികം ആഴമുള്ള ഒരു ഏരിയ അല്ല. ശരിക്കും ബോട്ട് നമുക്ക് കിടക്കുന്നത് കണ്ടാൽ മനസ്സിലാവും എന്തോരം ആഴം ഉണ്ടാകുമെന്ന്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ സ്നോർക്കലിംഗ് അല്ലെങ്കിൽ സ്വിമ്മിങ് ചെയ്യാനുള്ള അവസരം കൂടിയുണ്ട്. അപ്പോൾ ഈ ഐലൻഡിന് പേര് വരാൻ കാരണക്കാരനായ ഒരാൾ അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാം. ചിലപ്പോൾ ഒരുപാട് മങ്കികൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഈ ഐലൻഡിനെ മങ്കി ഐലൻഡ് എന്ന് വിളിക്കുന്നത്. ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഐലൻഡുകളുണ്ട്. ഇതിൽ പലതിലും ആൾ താമസമില്ല, എല്ലാം വാസയോഗ്യമല്ലാത്ത ഐലൻഡുകളാണ്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ആദ്യത്തെ ദ്വീപായ ഫിഫി ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ തന്നെയാണ് നമ്മൾക്ക് ഇന്നത്തെ ലഞ്ചും റെഡി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫിഫി ഐലൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1940കളിൽ തായ് മലായ് ഫിഷർമാനാണ് ആദ്യമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം അതൊരു കോക്കനട്ട് പ്ലാന്റേഷനായി മാറുകയാണ്. ഇന്ന് ഈ ഐലൻഡിൽ ഏകദേശം 2000 തൊട്ട് 3000 വരെ ആൾക്കാർ താമസിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഈ ഐലൻഡ് ഫേമസ് ആവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. 2000 ഇറങ്ങിയ ദ ബീച്ച് എന്ന സിനിമ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അതിനുശേഷമാണ് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ ഈ ഐലൻഡിനെ കുറിച്ച് അറിഞ്ഞതും അത് കാണാൻ വേണ്ടി വരാൻ തുടങ്ങിയത്. 2004 നടന്ന സുനാമി വളരെയധികം മോശമായി ബാധിക്കപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് ഫിഫി ഐലൻഡ്. അതിനുശേഷം അവിടെയുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും തകർന്നു പോവുകയാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരുപാട് കഫറ്റീരിയകളും റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ദിവസം ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പോലും ഉള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഇപ്പോൾ. മാത്രമല്ല ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഇവിടെ വരുന്നത്. ഇവിടെ ചെറിയൊരു ഷോപ്പിംഗ് ഏരിയ കൂടിയുണ്ട്. നമുക്ക് നടന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. സ്വാഭാവികമായിട്ടും മെയിൻലാൻഡിനേക്കാളും വില കൂടുതലായിരിക്കും സാധനങ്ങൾക്കും എല്ലാത്തിനും ഇവിടെ ഈ ഐലൻഡിൽ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഗൈഡായ ജെ എന്ന് പറയുന്ന ആളാണ് ഇവിടെ തൊപ്പി വച്ച് ബാഗും തൂക്കി നിൽക്കുന്നത്. അദ്ദേഹം അപ്പോൾ ഇവിടെ എത്ര നേരം സമയം ചെലവഴിക്കാം, എന്തൊക്കെ ചെയ്യാമെന്ന് ഉള്ള ചെറിയൊരു എക്സ്പ്ലനേഷനാണ് ഞങ്ങൾക്ക് തരുന്നത്.
അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ കൂടെ വന്ന ചിലർ ഇവിടെ സ്കൂബ ഡൈവിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് സ്കൂബ ഡൈവിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ലെസൺസൊക്കെ അവിടുത്തെ ഇൻസ്ട്രക്ടർ പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഏകദേശം തായ് ബാത്ത് 4000 ബാത്താണ് സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി ചിലവുള്ളത്. നമ്മുടെ ഇന്ത്യൻ മണി ഏകദേശം 10,000 അല്ലെങ്കിൽ 10,000 രൂപയോളം വരും. പക്ഷേ ആ മനോഹരമായ ബീച്ചിൽ അല്ലെങ്കിൽ ആ കടലിൽ അത് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു 10,000 രൂപ വർത്താണ്. ഈ ഫിഫി ഐലൻഡ് 2 എണ്ണമാണുള്ളത് ശരിക്കും. കോ ഫിഫി ലേ ഐലൻഡും കോ ഫിഫി ഡോൺ. നമ്മളിപ്പോൾ കോ ഫിഫി ഡോണിലാണ്. അവിടുത്തെ ഒരു ബീച്ചാണിത്. ഇതും വളരെ മനോഹരമാണെന്ന് പറയാതെ വയ്യ. ഇത് ഫിഫി ഐലൻഡിൻ്റെ മറുവശമാണ്. ഇവിടെയാണ് നമ്മൾ വന്ന് ഇറങ്ങിയത്. അപ്പോൾ ഈ കാണുന്നത് ലോങ് ടൈൽ ബോട്ടുകളാണ്. ഈ ബോട്ട് ഉപയോഗിച്ചും സഞ്ചാരികൾ മറ്റുള്ള ഐലൻഡിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വലിയ ബോട്ടുകളാണ് കുറച്ചും കൂടി കംഫർട്ടും സൗകര്യവും. സ്പീഡ് ബോട്ടും പൊതുവെ അത്ര സുഗമമായ ഒരു യാത്രയല്ല. കാരണം ഈ അലയടയ്ക്കുമ്പോൾ ബോട്ട് പൊങ്ങും താഴ്ച ചെയ്യുമ്പോൾ നമ്മളതിൽ നിന്ന് ഗട്ടറുള്ള റോട്ടിൽ പോകുന്ന പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. I cannot believe I got up and scuba dive. That's crazy. അങ്ങനെ ഞങ്ങൾ ഈ ഐലൻഡിൽ കുറച്ച് നേരം ചുറ്റി നടന്നു കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ഐലൻഡുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം 1:20 ഇവിടെ എത്തിച്ചേരണമെന്നാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ബോട്ട് ഏകദേശം വരാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാഴ്ചകൾ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.